എല്ലാവർക്കും നമസ്കാരം. ഇവിടെ രാവിലെ തൊട്ട് നല്ല മഴയാണ് കേട്ടോ. അപ്പോൾ രാവിലെ മുറ്റടിക്കാനൊന്നും പറ്റിയില്ല. അപ്പം ഞാൻ വിചാരിച്ചു വന്നാൽ വീടിൻ്റെ അകമൊക്കെ ഒന്ന് ക്ലിയറായിട്ട് ഉൾഭാഗമൊക്കെ ഒന്ന് നന്നാക്കി എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ സോഫ ഇരിക്കുന്ന ഭാഗത്തും ബോക്സ് ഇരിക്കുന്ന ഭാഗത്തൊക്കെ ഒന്ന് നല്ല രീതിയിൽ ഉള്ളൊക്കെ അടിച്ചു വാരി പൊടിയൊക്കെ തട്ടി ഒന്ന് ക്ലീൻ ചെയ്തെടുത്തു. രാവിലെ മഴയായാലും എന്നെ കൊണ്ടൊരു ഭാഗത്ത് ഒതുങ്ങിയിരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടേക്ക് ഒന്ന് ക്ലീൻ ആക്കി സെറ്റാക്കി വെച്ചു. അകത്ത് ജോലികൾ തീർന്നപ്പോഴേക്കും മഴ മാറിയിട്ടുണ്ടായിരുന്നു. എൻ്റെ റോസാപ്പൂവിൽ ഇങ്ങനെ നല്ല വെള്ളത്തുള്ളികളൊക്കെ വന്ന് നിൽക്കുന്നുണ്ട്. പുതിയതായിട്ട് വിരിഞ്ഞതാണ്. പിന്നെ മഴ മാറിയ തക്കത്തിൽ ഞാൻ മുറ്റമൊക്കെ ഒന്ന് അടിച്ച് വൃത്തിയാക്കി. സ്റ്റെപ്പിൻ്റെ ഒരറ്റത്തായിട്ട് ഞാൻ കുറച്ച് പൂക്കളിടുന്ന ആന്തൂറിയം സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നമുക്ക് മഴ കൊള്ളതില്ല. അതുകൊണ്ട് തന്നെ ഡെയിലി നനച്ചു കൊടുക്കുക തന്നെ വേണം. പിന്നെ ഇപ്പോൾ നമ്മുടെ സെയിലിനുള്ള ചെടികൾ കുറേയൊക്കെ തീർന്നിട്ടുണ്ട്. ഇനി റെഡി ആയിട്ട് വേണം. അപ്പോൾ നമ്മുടെ ചെടികളുടെ വളർച്ചയ്ക്ക് നമ്മൾ DAP ആണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. DAP ഫെർട്ടിലൈസർ നമ്മൾ ഒരു വിരലുകൊണ്ട് ഇങ്ങനെ കുഴി ഉണ്ടാക്കിയിട്ട് 1-2 കുഴി ഉണ്ടാക്കിയിട്ട് ഒരു 4-5 മണികൾ മാത്രം നമ്മൾക്ക് ചെടികൾക്ക് ഇട്ട് കൊടുക്കാം. ആ ഒരു ഫെർട്ടിലൈസർ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞ് 4-5 ദിവസം കഴിയുമ്പോൾ തന്നെ നമ്മുടെ ചെടീൻ്റെ ഒരു മുഖഭാവം അങ്ങ് മാറും. നല്ല ഹെൽത്തി ആയതുപോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ ബാക്കി നമ്മുടെ കരുതലും കൂടെയാണ്. നമ്മുടെ അഗ്ലോണിമ ചെടികളുടെ കൂട്ടത്തിൽ ഗാർഡനിൽ വെക്കാൻ ഭംഗി കൂടിയ ചെടികളിൽ പെട്ട കൂടുതൽ റേറ്റ് ഇല്ലാത്തൊരു പ്ലാന്റാണിത്. നന്നായി കളർ കയറി വന്ന് ഭംഗി ഉണ്ടാവുന്ന ഒരു പ്ലാന്റാണിത്. അടുത്തത് അതുപോലെ തന്നെ 10 ക്യാരറ്റിൻ്റെ പ്ലാന്റാണ്. നല്ല ഭംഗിയാണിത്. നല്ല ഹെൽത്തി ആയ പ്ലാന്റുമാണ്. പിന്നെയോ അതിനെക്കാട്ടിലുപരി ഭംഗിയുള്ള നമ്മുടെ റെഡ് എമറാൾഡിൻ്റെ പ്ലാന്റാണ്. ഈ റെഡ് കളർ നന്നായി കയറി വരും. നല്ല ഭംഗി ഉണ്ടാവും ആ ഒരു സമയത്ത്. പിന്നെ ഒരു പ്രത്യേക കാര്യം പറയാനുള്ളത്, നമ്മൾ ചെറിയ ചെടികൾ കൊടുക്കുന്നില്ല. ചെടികൾ നമ്മുടെ കയ്യിലില്ല. നമ്മുടെ മെച്ചുവേർഡ് പ്ലാന്റാണ് നമ്മൾ എല്ലാം കൊടുക്കുന്നത്. സാപ്ലിങ് നമ്മൾ സെയിൽ ചെയ്യണില്ല കേട്ടോ. ചെറിയ ചെടികൾ നമ്മുടെ കയ്യിൽ വരുന്ന സമയത്ത് എപ്പോഴെങ്കിലുമൊക്കെ നമുക്ക് തൈകളുണ്ടായി നമ്മൾ അങ്ങനെ ചെറിയ ചെടികൾ വരുന്ന സമയത്ത് ഞാൻ സ്പെഷ്യലായിട്ട് തന്നെ അത് സ്റ്റാറ്റസ് വെച്ചിട്ട് ആ ഒരു രീതിയിൽ സെയിൽ ചെയ്യിക്കുകയാണ് ചെയ്യുന്നത്. കാരണം എൻ്റെ കസ്റ്റമർ എല്ലാവർക്കും മെച്ചുവേർഡായ പ്ലാന്റാണ് ആവശ്യമുള്ളത്. മെച്ചുവേർഡായ പ്ലാന്റാണ് നമുക്ക് സെയിൽ ചെയ്യാനും സമാധാനമുള്ളത്. ഈ ഒരു പ്ലാന്റ് പിങ്ക് എമറാൾഡാണ് കേട്ടോ. നല്ല ഭംഗി വരുന്ന പ്ലാന്റാണ്. യെല്ലോയും ഓറഞ്ചൊക്കെ കൂടി കളർ മിക്സ് ആയൊരു പ്ലാന്റാണ്. ഇനി റെഡ് കളറുള്ള ചെടികൾക്കിടയിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള വലിയ പ്ലാന്റായിട്ട് വളർന്നു നിൽക്കുന്ന ഒരു പ്ലാന്റാണിത്. ഇനി നമ്മുടെ കയ്യിൽ റെഡ് ബാക്കിയുള്ളത് ഈ ഒരു വലുപ്പമുള്ള പ്ലാന്റുകളാണ് കേട്ടോ. ഒരുപാട് പേര് റെഡ് ചോദിച്ചവരുണ്ടായിരുന്നു കേട്ടോ. പിന്നെയുള്ളത് ഈ ഒരു ചെടിയാണ്. ഇതും നല്ല ഹെൽത്തി ആയിട്ട് വളർന്നു വന്നിട്ടുണ്ട്. ഇനിയുള്ളത് ഒരു ചട്ടി നിറയെ ഇലകൾ വിരിഞ്ഞ് നിൽക്കുന്ന നമ്മുടെ ഈത്രമാര പിങ്ക് പ്ലാന്റാണ്. അടുത്തതായിട്ട് കാണാൻ പോകുന്നത് മെഹനാക്കോണാണ് കേട്ടോ. ഇതും നല്ല ഭംഗിയുള്ള ബുഷിയായിട്ടുള്ളൊരു പ്ലാന്റാണ്. ഇനി നമ്മൾ അടുത്ത് കാണുന്നത് ഈ ഒരു പ്ലാന്റാണ്. നല്ല പിങ്ക് ഡോട്ടുകളും ഗ്രീനും കൂടെ മിക്സ് ആയിട്ടുള്ളൊരു ചെടിയാണ്. നെക്സ്റ്റ് ഈ ഒരു പ്ലാന്റാണ് കേട്ടോ. ഇതും നല്ല ബുഷിയായിട്ടുള്ള ഹെൽത്തി ആയ പ്ലാന്റാണ്. അതിൻ്റെ തന്നെ നല്ല റെഡ് കളർ കയറി വരുന്ന ഒരു പ്ലാന്റാണിത്. അടുത്തത് പിങ്ക് ഡാൽമേഷ്യൻ്റെ പ്ലാന്റാണ്. പിന്നെയുള്ളത് ഈ ഒരു പപ്പായ പ്ലാന്റാണ്. പിന്നെ ഈ ഒരു ലെമണും ഗ്രീനും കൂടെ ചേർന്ന ഭംഗിയുള്ള പ്ലാന്റാണ്. ഇനിയുള്ളത് പീച്ച് പനാമയാണ് കേട്ടോ. പീച്ച് പനാമ ഇനി നമ്മുടെ കയ്യിൽ ഈ ഒരു പ്ലാന്റ് മാത്രമേ സെയിലിന് റെഡി ആയിട്ടുള്ളത് കയ്യിലുള്ളൂ കേട്ടോ. അടുത്ത് നമ്മൾ കാണിക്കുന്നത് ഇൻഡോറായിട്ട് നല്ല ഭംഗിയോടെ സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു പ്ലാന്റാണ്. ഇത് ക്രീപ്പിംഗ് പ്ലാന്റാണ്. ഇതിൻ്റെ ലീഫുകളുടെ പ്രത്യേകതയാണ് ഇതിൻ്റെ ഭംഗി. ഇനി നല്ല വെയിൽ തട്ടുന്ന ഭാഗത്ത് വെക്കാൻ പറ്റിയ നല്ല പൂവോട് കൂടിയ ഓർക്കിഡ് നമ്മുടെ കയ്യിൽ റെഡിയാണ് കേട്ടോ. അതുപോലെ ഈ ഒരു ഗ്രീൻ അഗ്ലോണിമ നല്ല ബുഷിയായിട്ടുള്ള പ്ലാന്റ് റെഡിയാണ്. അതുപോലെ ഗ്രീൻ ടൈഗർ അഗ്ലോണിമയുടെ അതും. പിന്നെയുള്ളത് മിൽക്കി വൈറ്റിൻ്റെ നല്ല ബുഷിയായിട്ടുള്ള മദർ പ്ലാന്റുകളൊക്കെ നമ്മുടെ കയ്യിൽ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് റെഡ് കാൻഡിയുടെ പ്ലാന്റാണ്. റെഡ് കാൻഡി നല്ല ബുഷിയായിട്ടുള്ള ഹെൽത്തി ആയ പ്ലാന്റ് സെയിലിന് റെഡിയാണ്.
പിന്നെ ഇനി ബാക്കിയുള്ളത് നമ്മുടെ കയ്യിൽ ആന്തൂറിയാണ് കേട്ടോ. ആന്തൂറിയത്തിൽ കുറച്ച് വെറൈറ്റീസും കൂടെ നമ്മുടെ കയ്യിൽ ബാക്കിയുണ്ട്. നല്ല വലിപ്പമുള്ള നല്ല ഫ്ലവറൊക്കെ വന്നിട്ടുള്ള ഹൈബ്രിഡ് പ്ലാന്റുകളാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത്. ഏകദേശം പ്ലാന്റുകളൊക്കെ നമ്മളിപ്പോൾ സെയിലിനുള്ളത് കാണിച്ചു കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും റേറ്റ് കൊണ്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് എൻ്റെ മുകളിൽ കാണുന്ന ഈ ഒരു നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. DTDCയുടെ കൊറിയർ സർവീസ് വഴിയാണ് നമ്മൾ പ്ലാന്റുകൾ അയച്ചു തരുന്നത്. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇനിയും കാണുന്നത് വരെ.